നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലും സിനിമാ ലോകത്തും ഒരുപോലെ ചർച്ചയാകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിന്റെ ജീവിതത്തിലെ അവിശ്വസനീയമായ ആ മാറ്റത്തെക്കുറിച്ചും അവരെ ഇന്ന് കാണുന്ന വ്യക്തിത്വത്തിലേക്ക് നയിച്ച ആ ജീവിതയാത്രയെക്കുറിച്ചുമാണ്. സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്ന ഈ വേളയിൽ താൻ കടന്നുപോയ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളെക്കുറിച്ചും തായ്ലൻഡിൽ വെച്ച് തന്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞതിനെക്കുറിച്ചും വിസ്മയ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വളരെ തുറന്നു പറയുകയുണ്ടായി. ഏകദേശം 100 കിലോയോളം ശരീരഭാരമുണ്ടായിരുന്ന ഒരു സമയത്ത് നിന്ന് ഇന്നത്തെ ഊർജ്ജസ്വലയായ വിസ്മയയിലേക്കുള്ള ദൂരം വളരെ വലുതാണ്. ആ പ്രചോദനാത്മകമായ കഥ വിശദമായി തന്നെ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ കാണുന്ന ഫിറ്റ്നസും ആത്മവിശ്വാസവും വിസ്മയയ്ക്ക് ഒറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല. തായ്ലൻഡിലേക്ക് പോകുന്നതിന് മുൻപ് ഏകദേശം 100 കിലോയോളം ഭാരമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് വിസ്മയ ഓർക്കുന്നു. ഫിറ്റ്നസും ശരീരഭാരവും രണ്ടാണെന്ന് വിസ്മയ വ്യക്തമാക്കുന്നുമുണ്ട്. 98 അല്ലെങ്കിൽ 100 കിലോ ഭാരമുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഫിറ്റായിരിക്കാം. എന്നാൽ അന്ന് തന്റെ അവസ്ഥ അങ്ങനെയല്ലായിരുന്നുവെന്നും വിസ്മയ സമ്മതിക്കുന്നു. സാധാരണ പടികൾ കയറുമ്പോൾ പോലും കഠിനമായ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടിരുന്ന ഒരു സമയം. എന്തിനാണ് ഇത്രയധികം കിതയ്ക്കുന്നത് എന്ന് സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ നിന്ന നിമിഷങ്ങൾ. എന്നാൽ ശരീരഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നില്ല വിസ്മയ തായ്ലൻഡിലേക്ക് വണ്ടി കയറിയത്. പുതിയൊരു രാജ്യം കാണുക, വ്യത്യസ്തമായ ഒരു സംസ്കാരവും ജീവിത രീതിയും അനുഭവിക്കുക എന്നൊരൊറ്റ ആഗ്രഹം മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നത്. വളരെ കുറഞ്ഞ ദിവസത്തെ അവധിക്കാല ആഘോഷത്തിനായി തായ്ലൻഡിലെ കോ സാമുയിൽ എത്തിയ വിസ്മയുടെ ജീവിതം പക്ഷേ അവിടെ തിരിഞ്ഞു മറിയുകയായിരുന്നു. 2 ആഴ്ചത്തെ മാത്രം യാത്രയായി പദ്ധതിയിട്ട ആ തായ്ലൻഡ് യാത്രക്കിടയിലാണ് ലോകമെമ്പാടും കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുന്നതും ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതും. ഇതോടെ നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കാതെ 8-9 മാസത്തോളം വിസ്മയയ്ക്ക് തായ്ലൻഡിൽ തന്നെ കഴിയേണ്ടി വന്നു. ഈ സമയത്താണ് തായ്ലൻഡിന്റെ പരമ്പരാഗത ആയോധന കലയായ മുവായ് തായ് പരീക്ഷിച്ചു നോക്കാമെന്ന് വിസ്മയ തീരുമാനിക്കുന്നത്. കോ സാമുയിലെ ഫിറ്റ്കോ എന്ന പരിശീലന കേന്ദ്രത്തിലാണ് വിസ്മയ ആദ്യമായി ഇതിന് എത്തുന്നത്. സത്യത്തിൽ പരിശീലനത്തിന്റെ ആദ്യ ദിനം വിസ്മയയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത്രയധികം കഠിനവും ക്ലേശകരവുമായിരുന്നു ആ വർക്കൗട്ടുകൾ. എന്നാൽ ലോക്ക്ഡൌൺ കാരണം അവിടെ തന്നെ തുടരേണ്ടി വന്നപ്പോൾ വിസ്മയ പതുക്കെ ഈ പരിശീലനത്തെ സ്നേഹിച്ചു തുടങ്ങി. കലയായാലും ആയോധന കലയായാലും അതിനൊരു പ്രത്യേകതയുണ്ട് എന്ന് വിസ്മയ പറയുന്നു. നമ്മളത് ചെയ്യുമ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയില്ല. ആ നിമിഷത്തിൽ മുന്നിലുള്ള പഞ്ചിലും കിക്കിലും മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധ മുഴുവൻ. 1 മണിക്കൂർ നേരം പൂർണ്ണമായും പരിശീലനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മനസ്സിലെ എല്ലാ സമ്മർദ്ദങ്ങളും മാറി പുതിയൊരു ശാന്തത ലഭിക്കാൻ തുടങ്ങി. ഗുരു നൽകിയ ആ വലിയ പാഠം മുവായ് തായ് പരിശീലനത്തിനിടയിൽ തന്റെ പരിശീലകരിൽ നിന്നും ലഭിച്ച ഒരു വലിയ പാഠത്തെക്കുറിച്ച് വിസ്മയ പങ്കുവെക്കുന്നുമുണ്ട്. ഈ പാഠം ഫിറ്റ്നസിൽ മാത്രമല്ല, ജീവിതത്തിൽ ഏത് കാര്യത്തിലും വിസ്മയയ്ക്ക് വലിയൊരു വഴികാട്ടിയായി മാറി. പരിശീലന സമയത്ത് 10 കിക്ക് ചെയ്യാൻ കോച്ച് ആവശ്യപ്പെടുമ്പോൾ വിസ്മയ എപ്പോഴും 9 എണ്ണത്തിൽ നിർത്തുമായിരുന്നു. അത് കണ്ട് പരിശീലകൻ ഒരു കാര്യം പറഞ്ഞു: നീ എപ്പോഴും അവസാനത്തേതിന് തൊട്ടു മുമ്പാണ് കളി നിർത്തുന്നത്. ഒരെണ്ണം കൂടി പൂർത്തിയാക്കൂ. അതിനുശേഷം നിർബന്ധിച്ച് വീണ്ടും 30 കിക്കുകൾ കൂടി ചെയ്യിപ്പിക്കുമായിരുന്നു. ഏതൊരു കാര്യം ആരംഭിച്ചാലും അത് പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കാതെ അവസാന നിമിഷം വരെ പോരാടി പൂർത്തിയാക്കണമെന്ന വലിയ തത്വം വിസ്മയ പഠിച്ചത് അവിടെ വെച്ചാണ്. അന്ന് ആ മാസ്റ്റർ പഠിപ്പിച്ച അച്ചടക്കവും ആത്മവിശ്വാസവുമാണ് പിന്നീട് വിസ്മയയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത്. ശരീരഭാരം കുറയുന്നതിനേക്കാൾ ഉപരി തായ്ലൻഡിലെ സ്വതന്ത്രമായ ജീവിത രീതിയും അവർക്ക് ഏറെ പ്രിയപ്പെട്ടതായി മാറി. ബൈക്കെടുത്ത് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതവും വിസ്മയയ്ക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകി. തന്റെ ഈ മാറ്റത്തിനും ജീവിതത്തിനും ഏറ്റവും വലിയ പ്രചോദനം അച്ഛൻ മോഹൻലാൽ തന്നെയാണ് എന്ന് വിസ്മയ പറയുന്നു. ലാലേട്ടന്റെ അച്ചടക്കവും ജോലിയിലുള്ള സമർപ്പണവും ചെറുപ്പം മുതലേ കണ്ടു വളർന്നയാളാണ് വിസ്മയ. ഓരോ കഥാപാത്രത്തിനും വേണ്ടി അദ്ദേഹം നടത്തുന്ന കഠിനാധ്വാനവും തയ്യാറെടുപ്പുകളും അടുത്തു നിന്ന് കണ്ട് പഠിച്ചതുകൊണ്ട് തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനോട് 100% ആത്മാർത്ഥത പുലർത്തണമെന്നും വിസ്മയ ഉറപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ സഹോദരൻ പ്രണവ് മോഹൻലാലിനെ കുറിച്ചും വിസ്മയ സംസാരിക്കുന്നുണ്ട്. പ്രണവിന്റെ ലളിതമായ ജീവിത രീതിയും
യാത്രകളോടും പ്രകൃതിയോടുമുള്ള പ്രണയവും തനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പല വിഷയങ്ങളിലും താനും പ്രണവും ഒരേ ചിന്താഗതി വെച്ചു പുലർത്തുന്നവരാണെന്നും വിസ്മയ വ്യക്തമാക്കുന്നുണ്ട്. സിനിമ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നതെങ്കിലും അച്ഛന്റെയോ സഹോദരന്റെയോ തണലിൽ നിൽക്കാതെ സ്വന്തമായൊരു വഴി വെട്ടിത്തുറക്കാനാണ് വിസ്മയ ആഗ്രഹിക്കുന്നത്. തായ്ലൻഡിൽ നിന്നും മുവായ് തായിലൂടെ നേടിയെടുത്ത ആത്മവിശ്വാസവും അച്ചടക്കവുമായാണ് വിസ്മയ ഇപ്പോൾ തന്റെ കരിയറിലെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. പ്രശസ്ത സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെ വിസ്മയ അഭിനയ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുകയാണ്. കൗതുകകരമായ കാര്യമെന്തെന്നാൽ ഈ ചിത്രത്തിൽ മോഹൻലാലും ഒരു അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് എന്നതാണ്. തന്റെ ആയോധന കലാ പരിശീലനവും പുതിയ ജീവിത കാഴ്ചപ്പാടുകളും സിനിമയിലെ കഥാപാത്രത്തെ പൂർണ്ണതയിലെത്തിക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിസ്മയ. പടികൾ കയറാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന 100 കിലോ ശരീരഭാരമുള്ള ഒരു പെൺകുട്ടിയിൽ നിന്നും കഠിനമായ മുവായ് തായ് അഭ്യസിച്ച് സ്വന്തം ജീവിതം തന്നെ തിരിച്ചുപിടിച്ച വിസ്മയയുടെ ഈ യാത്ര ഏതൊരാൾക്കും വലിയൊരു പ്രചോദനം തന്നെയാണ്. ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വൈകിട്ടില്ലെന്നും അവസാന നിമിഷം വരെ ശ്രമിച്ചാൽ ഏത് പ്രതിസന്ധിയും മറികടക്കാമെന്നും വിസ്മയുടെ ഈ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിസ്മയ മോഹൻലാലിന്റെ പുതിയ സിനിമയ്ക്കും വരാനിരിക്കുന്ന എല്ലാ സംരംഭങ്ങൾക്കും നമ്മുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. വിസ്മയുടെ ഈ ഇൻസ്പയറിംഗ് യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അതോടൊപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു നല്ല വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി.